ചൂട് നീരുറവയിലേക്കൊരു യാത്ര. അങ്ങനെ സ്കൂളിന്റെ വേനലവധി അവസാനിക്കാറായി. സ്കൂൾ തുറക്കാറായി. ടോമോയിലെ വിദ്യാർത്ഥികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കാറുള്ള ആ ദിവസം എത്തി. വിനോദയാത്ര. ചൂട് നീരുറവയുടെ തീരത്തേക്കുള്ള ഉല്ലാസയാത്രയാണ്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന പാടെ ടോട്ടോച്ചാൻ അമ്മയോട് പറഞ്ഞു, സ്കൂളിൽ നിന്ന് എല്ലാവരും പോണു ചൂട് നീരുറവ കാണാൻ, ഞാനും പോട്ടെ. ടോമോയിലെ വിചിത്രമായ പരിപാടികൾ ഈയിടെയായി അമ്മയെ അത്ര അത്ഭുതപ്പെടുത്താറില്ല എങ്കിലും ഇത് കേട്ട് അവർ സത്യത്തിൽ ഞെട്ടിപ്പോയി. പ്രായമായ ആളുകൾ സംഘം ചേർന്ന് ചൂട് നീരുറവ സന്ദർശിക്കുക എന്നത് ഒരു സാധാരണ കാര്യമാണ്. അതവർ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നാം തരത്തിൽ പഠിക്കുന്ന ഈ പിഞ്ചു കുട്ടികൾ ചൂട് നീരുറവയിലേക്കോ? മാസ്റ്റർ കൊടുത്തയച്ച കത്ത് അവർ ശ്രദ്ധയോടെ വായിച്ചു. വായന കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എന്തുകൊണ്ടും കൊള്ളാവുന്ന ഒരു പരിപാടിയാണിത്. കൊബയാഷി മാസ്റ്ററുടെ ബുദ്ധിയെ അവർ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു. ഷിസുവോക്കോയിലെ ഈസു തുരുത്തിലാണ് തോയി എന്ന ചൂട് നീരുറവ വരുന്ന മനോഹരമായ കടൽ തീരം. കടലിൽ അപൂർവമാണ് ചൂട് നീരുറവ. കുട്ടികൾക്ക് അവിടെ അനായാസം നീന്താം, ചൂടുവെള്ളത്തിൽ കുളിക്കാം. കടൽ തീരത്തെ പള്ളിക്കുടം 3 ദിവസത്തേക്കാണ്. 3 പകലും 2 രാത്രിയും. ഒരു ടോമോ വിദ്യാർത്ഥിയുടെ പിതാവിന് അവിടെ ഒരു വേനൽക്കാല വസതിയുണ്ട്. 1-ാം തരം മുതൽ 6-ാം തരം വരെയുള്ള 50 കുട്ടികൾക്കും അവിടെ ഒരുമിച്ച് തങ്ങാനുള്ള സൗകര്യവുമുണ്ട്. ഒക്കെ വായിച്ച് മനസ്സിലാക്കിയ അമ്മ ഒരു പുഞ്ചിരിയോടെ ടോമോ സ്കൂളിലെ യാത്രയ്ക്കായി ടോട്ടോയ്ക്ക് അനുവാദം നൽകി. യാത്ര തീരുമാനിച്ചിരിക്കുന്ന ദിവസം. യാത്ര തിരിക്കുന്നതിന് മുമ്പായി ടോമോയിലെ വിദ്യാർത്ഥികളെല്ലാം അസംബ്ലി ഹാളിൽ ഒത്തുചേർന്നു. ആദ്യം തീവണ്ടിയിലും പിന്നെ കപ്പലിലുമായിട്ടാണ് യാത്ര. യാത്രക്കിടയിൽ ആരെയെങ്കിലും കാണാതാവുകയോ മറ്റോ ചെയ്താൽ വലിയ വിഷമമാകും. എല്ലാവരും കേട്ടല്ലോ? ഊവ്. എല്ലാവരും ചേർന്ന് തലകുലുക്കി. എന്നാ നമുക്കിറങ്ങാം, മാസ്റ്റർ പറഞ്ഞു. മാസ്റ്ററുടെ വകയായി കൂടുതലായ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ജിയുഗോക്കോയിൽ നിന്നും ടോക്കിയോയിലേക്കുള്ള തീവണ്ടി യാത്രയിൽ ടോമോ സ്കൂളിലെ കുട്ടികൾ കാട്ടിയ അച്ചടക്കം തികച്ചും അത്ഭുതകരമായിരുന്നു. ആരും തന്നെ കമ്പാർട്ട്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയോ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ല. അടുത്തടുത്തിരിക്കുന്നവർ തമ്മിൽ ചെറിയ വർത്തമാനങ്ങൾ മാത്രം. ചിട്ടയോടെ വരി വരിയായി നടക്കണമെന്നും തീവണ്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്നും ഭക്ഷണ സമയങ്ങളിൽ തറയും മറ്റും വൃത്തികേടാക്കരുതെന്നും മറ്റുമുള്ള സാധാരണ ഒരു നിർദ്ദേശങ്ങളും ആരും ടോമോയിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഉപദേശത്തിന്റെ ആവശ്യവും അവർക്കുണ്ടായിട്ടില്ല. ടോമോ പള്ളിക്കൂടത്തിലെ ദൈനംദിന ചര്യകളിലൂടെ കുട്ടികൾ തങ്ങൾ അറിയാതെ തന്നെ പലതും മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു. തങ്ങളെക്കാൾ ചെറുതും ദുർബലരുമായ കുട്ടികളെ പിടിച്ചു തള്ളുക, കരയിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തികൾ തെറ്റാണ്, ലജ്ജാകരവുമാണ്. നടന്നു വരുന്ന വഴി ചപ്പുചവറുകൾ കാണുകയാണെങ്കിൽ അവ പെറുക്കി മാറ്റണം. മറ്റുള്ളവർക്ക് ശല്യവും ദുഃഖവും അലട്ടലും ഉണ്ടാക്കുന്ന ഒന്നും കഴിയുന്നതും ചെയ്യരുത്. അത്തരം പ്രവൃത്തികൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. എന്നിങ്ങനെ പലതും ടോമോ സ്കൂളിലെ കുട്ടികൾ അവരറിയാതെ തന്നെ പഠിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ തീവണ്ടി യാത്രയിലെ അവരുടെ പെരുമാറ്റം. നമ്മുടെ ടോട്ടോച്ചാന് വന്ന മാറ്റമാണ് അവിശ്വസനീയം. മാസങ്ങൾക്ക് മുൻപ് വരെ ക്ലാസ് സമയത്ത് ജനാലയ്ക്കൽ പോയിൽ നിന്ന് റോഡിൽ നിന്ന് പാട്ടുകാരെ ക്ലാസ്സിൽ വിളിച്ചു കയറ്റി പാടിച്ചിരുന്ന, തെരുവ് പാട്ടുകാരുമായി സല്ലപിച്ച് ടീച്ചറെയും എല്ലാവരെയും കുഴക്കിയിരുന്ന ആളായിരുന്നു ടോട്ടോച്ചാൻ. ടോമോയിലെത്തിയ അന്ന് മുതൽ ഒതുക്കമുള്ള 1-ാം തരം ഒരു വിദ്യാർത്ഥിനിയായി മാറിയിരിക്കുന്നു. തീവണ്ടിയിൽ മറ്റുള്ളവരോടൊപ്പം വളരെ മര്യാദക്കാരിയായി കൂടിയിരിക്കുന്ന ഈ ടോട്ടോച്ചാനെ നമ്മുടെ പഴയ പള്ളിക്കൂടത്തിലെ അധ്യാപകരെങ്ങാനും ഇന്നിപ്പോൾ കണ്ടാൽ, നമ്മുടെ ടോട്ടോച്ചാനാണോ അത്? അല്ലല്ലല്ല, അത് വേറെ ആരോ ആണ്. അവർ ഇങ്ങനെ വിസ്മയം കൊള്ളാതിരിക്കില്ല. കാരണം ഇത്തരമൊരു മാറ്റം അവർക്ക് ആലോചനകൾക്കും അപ്പുറത്താണ്. കുട്ടികളുടെ സ്വപ്നങ്ങൾ അത്രയും കപ്പൽ യാത്രയെക്കുറിച്ചായിരുന്നു. നുമാസുവിൽ വെച്ചാണ് അത് യാഥാർത്ഥ്യമായത്. അവർ കപ്പലിലേക്ക് കയറി. വലിയൊരു കപ്പലായിരുന്നില്ല എങ്കിലും കുട്ടികളെ അത് അത്യധികമായി ആവേശം കൊള്ളിച്ചു. ഓരോന്നിലും പിടിച്ചു തൂങ്ങിയും തൊട്ടു നോക്കിയും ഡെക്കിന്റെ മുക്കും മൂലയും അവർ ചുറ്റി നടന്നു പരിശോധിച്ചു. മെല്ലെ കപ്പൽ നീങ്ങിത്തുടങ്ങി. കപ്പൽ പുറപ്പെടുന്ന സമയമായപ്പോഴേക്കും കുട്ടികളുടെ ആവേശം അങ്ങേയറ്റമെത്തി.
കടൽ പാലത്തിൽ നിന്നിരുന്ന ആൾക്കൂട്ടത്തെ നോക്കി കുട്ടികൾ കൈവീശി. ഏറെ ദൂരം പിന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ മഴ ആരംഭിച്ചു. ഡെക്കിൽ നിന്നിരുന്ന കുട്ടികൾക്ക് ഡെക്ക് ഉപേക്ഷിച്ച് അകത്തേക്ക് കയറേണ്ടി വന്നു. ഉടനെ കടൽ ഇരമ്പി മറിയാൻ തുടങ്ങി. കൊച്ചു ടോട്ടോയുടെ ഉള്ളിൽ ഭയവും സങ്കടവും മുട്ടിട്ടു. മിക്ക കുട്ടികളുടെയും മുഖം മ്ലാനമായി. പരിചിതമില്ലാത്ത അന്തരീക്ഷവും കടലിരമ്പാൻ തുടങ്ങിയപ്പോഴുള്ള അസ്വസ്ഥതയും ഒക്കെയാണ് കാരണം. അപ്പോഴേക്കും ഒരു മുതിർന്ന ആൺകുട്ടി ചാടി എണീറ്റ് കപ്പലിന്റെ മധ്യത്തിലായി നിന്നു. സ്വാഭാവികമായും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. കപ്പലിനെ നേരെ നിർത്തുന്നതിനുള്ള ഒരു സ്റ്റെബിലൈസറാണ് താൻ എന്നാണ് കക്ഷിയുടെ ഭാവം. അതിനൊരു ശ്രമം എന്ന മട്ടിൽ കപ്പൽ ആടി ഉലയുമ്പോൾ അവൻ ഭൂം എന്നൊരു മൂളക്കത്തോട് ഒരു വശത്തേക്ക് കുതിച്ചു. കപ്പൽ ചെരിയുന്നതനുസരിച്ച് തിരികെ എതിർവശത്തേക്ക് ബും, വീണ്ടും മറുവശത്തേക്ക് ബും. വീണ്ടും വീണ്ടും ഭയങ്കരമായ ഭൂങ്കാരത്തോടെ ഇരുവശങ്ങളിലേക്കും അവൻ ആടാൻ തുടങ്ങി. കടൽ പേടി ബാധിച്ച മ്ലാനമായ മുഖങ്ങളിലൊക്കെ കുറേശ്ശെ ചിരി തുടങ്ങി. പിന്നീട് അത് വലിയൊരു ചിരിയായി മാറി. കപ്പൽ തോയിലെത്തുമ്പോഴേക്കും കുട്ടികൾ വീണു ചിരിക്കുകയായിരുന്നു. എല്ലാവരും പുറത്തിറങ്ങി. കടൽ പേടിയും കരച്ചിലും ഒപ്പമാണ് മാറിയത്. കുട്ടികളൊക്കെ വലിയ ആഹ്ലാദത്തിലേക്ക് തിരിച്ചെത്തി. അപ്പോഴാണ് അതുവരെ വലിയ ഉല്ലാസത്തിലായിരുന്ന ഭൂമിന്റെ മുഖത്ത് ഒരു വല്ലായിക. അവൻ ഇപ്പോഴാണ് വല്ലായിക തോന്നിയത്.